കോഴിക്കോട് കൂടരഞ്ഞിയിൽ 40 വർഷം മുൻപ് 2 പേരെ കൊലപ്പെടുത്തിയെന്ന കൂടരഞ്ഞി സ്വദേശി മുഹമ്മദിന്റെ വെളിപ്പെടുത്തലിൽ കൊല്ലപ്പെട്ട ഒരാളെ തിരിച്ചറിഞ്ഞു. കണ്ണൂർ സ്വദേശി മോഹനൻ എന്നാണ് നാൽപ്പത് വർഷം മുമ്പ് കൂടരഞ്ഞിയിൽ 2 പേരെ കൊലപ്പെടുത്തിയെന്ന കൂടരഞ്ഞി സ്വദേശി മുഹമ്മദിന്റെ വെളിപ്പെടുത്തലിൽ കൊല്ലപ്പെട്ട ഒരാളെ തിരിച്ചറിഞ്ഞു. കണ്ണൂർ സ്വദേശി മോഹനനാണ് കൊല്ലപ്പെട്ടത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. 1986 കൊലപാതകം എന്ന് തിരുവമ്പാടി പോലീസ് പറയുന്നു. റിയാസ് KMR വിവരങ്ങൾ നൽകുന്നു. വരുന്ന കൊലപാതകത്തിന്റെ വിവരം കഴിഞ്ഞ വർഷമാണ് മുഹമ്മദ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വളരെ അദ്ദേഹത്തിന്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു രഹസ്യം അദ്ദേഹം പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മലപ്പുറം ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഹാജരായത്. തുടർന്ന് ഈ സംഭവം നടന്നത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കൂടരഞ്ഞിയിലായതുകൊണ്ടും ഒപ്പം തന്നെ മറ്റൊരു കൊലപാതകം എന്ന് ഈ മുഹമ്മദ് പറഞ്ഞ സംഭവം നടന്നത് കോഴിക്കോട് ബീച്ച് പരിധിയിലായതിനാലും ആ കേസ് കോഴിക്കോട് പോലീസിന് കൈമാറുകയായിരുന്നു. തിരുവമ്പാടി പോലീസാണ് പ്രധാനമായും ആ കേസ് അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഇപ്പോൾ 40 വർഷം മുൻപ് മുഹമ്മദ് നടത്തിയെന്ന് മുഹമ്മദ് വെളിപ്പെടുത്തിയ ആ ഇരട്ട കൊലപാതകത്തിൽ കൂടരഞ്ഞിയിൽ കൊല്ലപ്പെട്ടയാൾ കണ്ണൂർ സ്വദേശി മോഹനൻ എന്നയാളാണ് ഇന്ന് തിരിച്ചറിഞ്ഞത്. 1986 കൂടരഞ്ഞിയിൽ കണ്ണൂർ വെളിമാനം ഇരട്ടിക്കടുത്തുള്ള വെളിമാനം സ്വദേശിയായിട്ടുള്ള മോഹനൻ കൊല്ലപ്പെട്ടത് എന്ന് വ്യക്തമായത്. അത് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇനി മോഹനെ കൊന്നത് മുഹമ്മദ് ആണോ എന്നുള്ളത് ഈ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. അത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇനിയിപ്പോൾ അതിന്റെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ പോലീസിന് തെളിയിച്ചെടുക്കണമെങ്കിൽ, അത് കോടതിയിൽ നിലനിൽക്കണമെങ്കിൽ വലിയൊരു പ്രതിസന്ധി പോലീസ് നേരിടും. തിരുവമ്പാടി പോലീസ് നേരിടുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഈ പ്രതി മുഹമ്മദ് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. വളരെ ചെറുപ്പത്തിൽ ഈ മുഹമ്മദ് ഈ കോഴിക്കോട് കൂടരഞ്ഞിയിൽ ജോലി ചെയ്തിരുന്നു. അതിനിടെ തന്നെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കാൻ ശ്രമിച്ച ഒരാളെ താൻ കൊന്നു എന്നാണ് മുഹമ്മദ് വെളിപ്പെടുത്തിയിരുന്നത്. അയാളെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. തുടർന്ന് വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തി അയാളുടെ മരണം ഉറപ്പാക്കി എന്നുള്ളതാണ് മുഹമ്മദ് അന്ന് മൊഴി നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് 1980കളുടെ മധ്യത്തിൽ മലബാർ മേഖലയിൽ നിന്ന് കാണാതായ ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് അന്ന് കൂടരഞ്ഞിയിൽ മരിച്ചത് കണ്ണൂർ ഇരിട്ടി വെളിമാനം സ്വദേശി മോഹനൻ ആണ് എന്ന നിഗമനത്തിൽ എത്തിയത്. ഇയാളെ കുറിച്ച് വർഷങ്ങളായി ബന്ധുക്കൾക്ക് ഒരു വിവരവും ലഭിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ പ്രതി നൽകിയ മൊഴിയും കാണാതായ അന്ന് മരിച്ച മോഹനും തമ്മിലുള്ള ലൊക്കേഷനുകളും തമ്മിൽ കൃത്യമായ ബന്ധം ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രീയമായി കൂടുതൽ തെളിവുകൾ ഇനിയും ശേഖരിക്കുക എന്നുള്ളത് പോലീസിന് മുൻപിലുള്ള വലിയൊരു വെല്ലുവിളിയാണ്. അതായത് 40 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. ഇനിയിപ്പോൾ മുഹമ്മദ് കൊലപ്പെടുത്തിയെന്ന് പറയുന്ന രണ്ടാമത്തെ ആൾ ആരാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസിന് പ്രധാനമായും കണ്ടെത്തേണ്ടത്. എങ്കിൽ കൂടിയും ഈ അന്ന് മരിച്ചത് ഇരിട്ടി വെളിമാനം സ്വദേശി മോഹൻ ആണ് എന്ന കണ്ടെത്തൽ കേസിൽ ഏറെ നിർണായകവുമാണ്. ശരി. മലപ്പുറം നിലമ്പൂരിൽ സ്കൂളിലേക്ക് പോയ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാട്ടുപന്നി ആക്രമിച്ചു. നിലമ്പൂർ സ്വദേശി മുഹമ്മദ് ആദിലിനെയാണ് കാട്ടുപന്നി ആക്രമിച്ചത്. മുഹമ്മദ് ആദിലിന് പരിക്കേറ്റു. രാവിലെ സ്കൂളിലേക്ക് റോഡിലൂടെ നടന്നു പോകുന്നതിനിടെ പിന്നിൽ നിന്ന് വന്ന പന്നി ആദിലിനെ ആക്രമിക്കുകയായിരുന്നു. ആദിലിന്റെ തുടയിലാണ് പരിക്കേറ്റത്. ഈ പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്.